ഇന്ന് നമുക്ക് ഒരു അവിയൽ തയ്യാറാക്കാം. അതിനായിട്ട് പകുതി വെള്ളരിക്ക, 2 ക്യാരറ്റ്, കുറച്ച് ചക്കക്കുരു, 3 പച്ചമുളക്, 3 മുരിങ്ങയ്ക്ക, ഒരു കഷ്ണം ചേന, 2 ചേമ്പ്, ഒരു ബോൾ പച്ചമാങ്ങ, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പിലേക്ക് ആവശ്യമായ ചേരുവകൾ: ആവശ്യമായ തേങ്ങ, കുറച്ച് ചുവന്നുള്ളി, ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്. കഷ്ണങ്ങളെല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റി നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഉപ്പിട്ടിട്ടില്ല. വേവുന്നതിനായിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കഷ്ണങ്ങളുടെ കൂടെ ഞാൻ മുരിങ്ങയ്ക്ക ഇടുന്നില്ല. അത് വേറൊരു പാത്രത്തിൽ വെച്ച് ആവി വരുത്തിയതിന് ശേഷമാണ് ഇടുന്നത്. അതിട്ട് അതിൻ്റെ കൂടെ ഒന്നിച്ച് വെച്ചാൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒന്നിളക്കി ഇട്ടിട്ട് ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കല്ലേലൊന്ന് വെച്ച് അതിൻ്റെ അരച്ച് എടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ആവി വരാൻ വെക്കുന്നു. എന്നിട്ട് പാത്രം അടച്ച് വെച്ച് ആവി വന്നതിന് ശേഷം തയ്യാറാക്കും. അരപ്പൊന്ന് നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കണം. ഈ സമയത്ത് ഇതിന് ആവശ്യമായ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് വാങ്ങാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതിനകത്ത് എല്ലാ കഷ്ണങ്ങളും ഇട്ട് നമ്മൾ അവിയൽ വെക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇത് മിക്ക ദിവസവും കഴിക്കുന്നത് ഫലപ്രദമാണ്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് അടിക്കാനും മറക്കരുത്.